ഹലോ നമസ്കാരം. IPL ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും അങ്ങനെ പൂർത്തിയായിരിക്കുന്നു. എത്ര ആവേശകരമായിട്ടുള്ള ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ മത്സരങ്ങളാണ് നമ്മൾ കണ്ടത്. RR വേഴ്സസ് KKR തമ്മിലുള്ള ഒരു മത്സരം, RCB വേഴ്സസ് KKR തമ്മിലുള്ള ഒരു മത്സരം, അങ്ങനെ എത്ര നിർണായകമായിട്ടുള്ള പോരാട്ടങ്ങൾ. PBKസിൻ്റെ ഒക്കെ മിക്ക മത്സരങ്ങളും എന്തൊരു ആവേശം നിറഞ്ഞതായിരുന്നു. അങ്ങനെ മികച്ച ഒരുപാട് പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും RR വേഴ്സസ് KKR തമ്മിലുള്ള അവസാന മത്സരത്തോടു കൂടി മത്സരം നടന്നിട്ടില്ല, ശരിയാണ്, മഴ കാരണം ആ ഒരു മത്സരം വാഷ് ഔട്ടായി പോയിട്ടുണ്ട്. എങ്കിൽ കൂടി ഈ ഒരു മത്സരം കഴിഞ്ഞതോടുകൂടി ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പ്ലേ ഓഫ് മത്സരങ്ങളാണ്. പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഫിക്ചറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ന് മത്സരമില്ല, ഇന്ന് ബ്രേക്കാണ്. നാളെ ക്വാളിഫയർ 1 കളിക്കും. SRH വേഴ്സസ് KKR തമ്മിൽ ക്വാളിഫയർ 1 കളിക്കും. ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ടീം അങ്ങനെ തന്നെ അങ്ങ് ഫൈനലിലേക്കുള്ള സീറ്റ് അങ്ങ് ഉറപ്പിക്കും. അതുപോലെ തന്നെ തോൽക്കുന്ന ടീമാണെങ്കിൽ പോലും അവർ പുറത്താവില്ല, അവർക്ക് ഒരവസരം കൂടി മുമ്പിലുണ്ട്. പിറ്റേന്ന് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് RCB തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒരു കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും അത്. എലിമിനേറ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ തോൽക്കുന്ന ടീം അങ്ങനെ തന്നെ അങ്ങ് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ വിജയിക്കുന്ന ടീമും അതുപോലെ തന്നെ ക്വാളിഫയർ 1 തോൽക്കുന്ന ടീമുമായിട്ട് ക്വാളിഫയർ 2 മത്സരം നടക്കും. ആ ഒരു നിർണായക പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നുവോ അവരായിരിക്കും ഫൈനലിലേക്ക് സീറ്റ് ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ടീം. എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജീവൻ മരണ പോരാട്ടങ്ങൾ തന്നെയാണ്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് RCB തമ്മിലാണല്ലോ എലിമിനേറ്റർ കളിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ മലയാളികൾ ഏറ്റവും അധികം ഈ ഒരു IPL ഇഷ്ടപ്പെടുന്ന 2 ടീമുകൾ തന്നെയാണിത്. ഒന്ന് നമ്മുടെ മലയാളി പയ്യൻ സഞ്ജുവിന്റെ ടീമാണെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ കോഹ്ലിയുടെ ടീമാണ്. ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. എന്തായാലും IPL അതിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നതൊക്കെ ജീവൻ മരണ പോരാട്ടങ്ങൾ തന്നെയാണ്. RR വേഴ്സസ് RCB തമ്മിലുള്ള ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു IPL സീസണിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ 2 വ്യത്യസ്ത തലങ്ങളിൽ പെർഫോം ചെയ്തിട്ടുള്ള ടീമുകളാണ് RRഉം RCBയും. ഇങ്ങനെ പറയാൻ ചില കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ പോയിന്റ് ടേബിളിൽ രാജാക്കന്മാരായി വാണ രാജസ്ഥാൻ റോയൽസ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ RCB ഉണ്ടായിരുന്നതാവട്ടെ പോയിന്റ് പട്ടികയുടെ അവസാനത്തായിരുന്നു. കൂപ്പുകുത്തിപ്പോയി 10ാം സ്ഥാനത്തായിരുന്നു RCB ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമ്മളൊക്കെ സാക്ഷിയായത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കംബാക്കിനായിരുന്നു. എന്തായാലും അങ്ങനെയുള്ളൊരു RCB ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ എലിമിനേറ്റർ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് IPL എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇപ്പോഴും 2 വ്യത്യസ്ത തലങ്ങളിലാണ് RRഉം RCBയും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നേരെ തിരിച്ചാണെന്ന് മാത്രം. നമുക്കറിയാം, ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ കളിച്ച ആദ്യ 8 മത്സരങ്ങളിൽ 7ലും പരാജയപ്പെട്ട് ഒരൊറ്റ വിജയം മാത്രം സ്വന്തമാക്കിയ ടീമാണ് RCB എങ്കിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ ഒരു IPL സീസണിന്റെ തുടക്കത്തിൽ ആദ്യ 8 മത്സരങ്ങളിൽ കളിച്ച 7ലും വിജയിച്ചുകൊണ്ട് ഒരൊറ്റ മത്സരം മാത്രമാണ് തോറ്റത്. എന്നാൽ ഇപ്പോൾ അവസാനം കളിച്ച 4 മത്സരങ്ങളിൽ 4ലും തോറ്റുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നതെങ്കിൽ അവസാനം കളിച്ച 6 മത്സരങ്ങളിൽ 6ഉം വിജയിച്ചുകൊണ്ടാണ് RCB നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമുക്ക് ഈ ഒരു എലിമിനേറ്ററെ കുറിച്ച് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യലുള്ള 2 ടീമുകൾ തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. കാത്തിരിക്കാം സഞ്ജു സാംസൺ ഓർ വിരാട് കോഹ്ലി ആർക്ക് ആ ഒരു എലിമിനേറ്റർ കടമ്പ കടന്നുകൊണ്ട് ക്വാളിഫയർ 2 കളിക്കാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.